ചേച്ചി എനിക്കിനി പഠിച്ചാൽ കിട്ടുമെന്ന് തോന്നുന്നില്ല, കാരണം 2 മാസം കൊണ്ട് 3 മാസം കൊണ്ടൊന്നും നീറ്റ് കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്താൽ എന്താ, കാരണം എനിക്ക് ഒത്തിരി ബാക്ക്ലോഗ്സ് ഉണ്ട്. നമുക്ക് ഒത്തിരി സ്ട്രെസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിക്കാതെ ബുക്ക് അടച്ചു വെക്കും. ആ ഒരു ഫേസിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. നല്ല രീതിയിൽ സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് നിങ്ങളിപ്പോൾ എന്താ, ഇനി എനിക്ക് പഠിക്കാൻ വയ്യ, അടുത്ത പ്രാവശ്യം ഞാൻ ഒന്നുകൂടെ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ ഇതങ്ങ് അടച്ചു വെക്കുക. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്ര പ്രിപ്പറേഷനും കാര്യങ്ങളും ഒന്നും ഇതാക്കിയിട്ട് എടുക്കുന്ന വീഡിയോ അല്ല. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഇപ്പം കുറച്ച് മെസ്സേജ് വരുന്നുണ്ട്. ചേച്ചി എനിക്കിനി പഠിച്ചാൽ കിട്ടുമെന്ന് തോന്നുന്നില്ല, കാരണം 2 മാസം കൊണ്ട് 3 മാസം കൊണ്ടൊന്നും നീറ്റ് കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്താൽ എന്താ, കാരണം എനിക്ക് ഒത്തിരി ബാക്ക്ലോഗ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇതങ്ങ് പഠിത്തം നിർത്തിയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം ഒന്നും കൂടെ ശ്രമിക്കാം എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നോക്കിയാൽ തന്നെയും കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ഒത്തിരി ആളുകളുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളൊരു കാര്യം, എടാ, നിങ്ങൾ യാതൊരുവിധ പ്രിപ്പറേഷനും ഇല്ലാതെ നീറ്റ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ക്രാഷ് കോഴ്സ് കൊണ്ടൊന്നും നീറ്റ് കിട്ടുമെന്നല്ല, അതുകൂടെ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുവാണ്. ഇപ്പോൾ നമ്മൾ ക്രാഷ് കോഴ്സിനൊക്കെ പോയി കഴിഞ്ഞാൽ നീറ്റ് കിട്ടുമെന്നല്ലടാ, പക്ഷെ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ വരും നീറ്റ് ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ബ്ലൈൻഡായിട്ട് ഇപ്പോൾ ക്രാഷ് കോഴ്സിനോ അങ്ങനെ ഒന്നും പോവാതെ നീറ്റിന് വേണ്ടിയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യാതെ, ചിലവർ നീറ്റ് എഴുതാതെ വരെ പോയി റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ട്. അതായത് നീറ്റ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് പഠിച്ചിട്ട് ആദ്യമായിട്ട് എഴുതി നോക്കാം എന്നുള്ളൊരു രീതിയിൽ നീറ്റ് എഴുതാതെ ഫസ്റ്റ് ടൈം റിപ്പീറ്റ് ചെയ്തിട്ട് നീറ്റ് എഴുതുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ കാണത്തില്ല. അപ്പോൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഷർ താങ്ങാതാവും. ഇപ്പം നമുക്ക് ഒത്തിരി സ്ട്രെസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിക്കാതെ ബുക്ക് അടച്ചു വെക്കും. ആ ഒരു ഫേസിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. നല്ല രീതിയിൽ സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് നിങ്ങളിപ്പോൾ എന്താ, ഇനി എനിക്ക് പഠിക്കാൻ വയ്യ, അടുത്ത പ്രാവശ്യം ഞാൻ ഒന്നുകൂടെ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ ഇതങ്ങ് അടച്ചു വെക്കുക. അന്നേരം എന്തുവാടാ വ്യത്യാസം വരാൻ? ഈ ഒരു സ്റ്റേജിനെക്കാട്ടിലും മോശമായിരിക്കും. കാരണം ഓരോ കൊല്ലം കൂടും തോറും കോമ്പറ്റീഷൻ കൂടുകയാണ്. ആ ഒരു പിള്ളേർ സ്കോർ ചെയ്യുന്ന മാർക്ക് ഇങ്ങനെ കൂടി പോവുകയാണ്. ഞാൻ നീറ്റ് എഴുതിയ സമയത്ത് 640 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു MBBS സീറ്റ് കിട്ടുമായിരുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണോ? 640 അല്ല, 615 മാർക്ക് ഉണ്ടെങ്കിൽ ഞാൻ നീറ്റ് എഴുതിയ സമയത്ത് നിങ്ങൾക്കൊരു MBBS സീറ്റ് കിട്ടുമായിരുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാ, 640 പോരാ, 650 പോരാ. എത്ര മാർക്കിനാ? 651 എല്ലാവർക്കും പോലും നീറ്റ് കിട്ടിയില്ല. അപ്പോൾ ഓരോ കൊല്ലം തോറും ഇങ്ങനെ കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പം നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇപ്പം റിപ്പീറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ എടുക്കുന്നത് വളരെ നല്ല കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ അത് കിട്ടിയില്ലെങ്കിലാടാ നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ട് എടുക്കാൻ പറ്റുന്നൊരു സംഭവമല്ല ഈ റിപ്പീറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ അത്യാവശ്യം എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അടുത്ത പ്രാവശ്യം ഈ ഒരു പാത്ത് സ്മൂത്ത് ആവത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ സഫർ ചെയ്യുന്ന പ്രശ്നം അടുത്ത കൊല്ലം ഇതേ സമയം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ റിപ്പീറ്റ് പ്ലാൻ ചെയ്യുന്നവർ തൽക്കാലം അത് പ്ലാൻ ചെയ്യണ്ട. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിച്ച് ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അതൊരു ഓപ്ഷനായിട്ട് വെച്ചോ. ഞാനിപ്പം റിപ്പീറ്റ് ചെയ്ത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ റിപ്പീറ്റ് നോക്കും. അത് നിങ്ങളുടെ മനസ്സിൽ മാത്രം ഒരു ഓപ്ഷനായിട്ട് വെച്ചിരുന്നാൽ മതി. അതിപ്പോഴേ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നിൽക്കണ്ട. ഇപ്പോഴേ ബുക്ക് അടച്ചു വെച്ചിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് നിൽക്കണ്ട. ശരിക്കും ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. കാരണം എനിക്ക് അമ്മാതിരി മെസ്സേജ് വരുന്നുണ്ട്. നിങ്ങളൊരു കോമൺ സെൻസ് കൊണ്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അന്നേരം എന്തോ വ്യത്യാസം വരാനാ. ഇപ്പോഴത്തെ രീതിയിൽ തന്നെ പല ചാപ്റ്റേഴ്സും നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ബുദ്ധിമുട്ട് അടുത്ത പ്രാവശ്യം വരും. ഇപ്പം നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ചാപ്റ്റേഴ്സൊക്കെ കവർ ചെയ്യുക. ഇപ്പോൾ റിപ്പീറ്റ് പ്ലാൻ ചെയ്യുന്നവർ, എനിക്ക് എന്തായാലും ഇക്കൊല്ലം കിട്ടത്തില്ല അങ്ങ് ഭയങ്കരമായിട്ട് ഉറപ്പിച്ച് വെച്ചേക്കുന്നവർ, ഇനിയിപ്പോൾ എങ്ങനെ പറഞ്ഞാലും മാറാത്തവർ, അവർ ബയോളജിയെങ്കിലും അറ്റ്ലീസ്റ്റ് വൃത്തിക്ക് പഠിക്കുക, ഫുള്ള് പഠിക്കുക. അതാകുമ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം ബയോളജി ഒഴികെ ഫിസിക്സും കെമിസ്ട്രിയും നല്ല രീതിയിൽ സ്ട്രോങ് ആക്കി എടുക്കാൻ പറ്റും. അല്ലാതെ ഇപ്രാവശ്യം എന്നെക്കൊണ്ട് ഒന്നും വയ്യാന്ന് പറഞ്ഞിട്ട് അടച്ചു വെച്ചിട്ട് അടുത്ത പ്രാവശ്യം പോയി തുറന്ന് നമുക്ക് ഫ്രഷായിട്ട് പോയി എഴുതിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല കേട്ടോ. 11th 12th പഠിക്കുന്ന സ്റ്റുഡൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രാഷ് കോഴ്സ് എവിടെ ഉണ്ടെങ്കിലും പോയിക്കോട്ടോ. വലിയ എമൗണ്ട് ഒന്നും കൊടുത്ത് ഇപ്പം 25,000 30,000 ഒന്നും കൊടുത്ത് എവിടെയെങ്കിലും പോകണം എന്നല്ല. ചെറിയ ഏതെങ്കിലും ഒരു ക്രാഷ് കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഒന്നും ജോയിൻ ചെയ്തില്ലെങ്കിലും വീട്ടിലിരുന്നെങ്കിലും ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ഇക്വേഷൻസ് ഒക്കെ നോക്കിയിട്ട് ബയോളജി ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിട്ട് പ്രീവിയസ് കുറച്ച് നീറ്റ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തിട്ട് പോയി നീറ്റ് എഴുതുക. റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ട് നീറ്റ് എഴുതിക്കോളാം, ഞാൻ ആദ്യമായിട്ട് നീറ്റ് പൊക്കിക്കൊണ്ട് വന്നോളാം, അങ്ങനെയൊന്നും ആരും ചിന്തിക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊരു വാണിംഗ് പോലെ ഞാൻ പറഞ്ഞതാണ് എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇടുന്നവരോട്. എനിക്കിത് കേൾക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എന്താ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നതെന്നാണ് ഞാൻ ഓർക്കുന്നത്.
കാരണം അങ്ങനെ അല്ലടാ. കാരണം അന്നേരം എന്ത് വ്യത്യാസം വരാൻ? ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ തന്നെയല്ലേ അടുത്ത പ്രാവശ്യം വരത്തുള്ളൂ. ആദ്യമായിട്ട് പഠിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്. ഇപ്രാവശ്യം നമ്മൾ കുറേയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു വട്ടം വായിച്ച സാധനം പിന്നെയും കൂടെ ഒന്നുകൂടെ വായിക്കുമ്പോൾ ഇത്തിരി ഈസി ആയിരിക്കും. ആ ഒരു ഫേസിലായിരിക്കും നിങ്ങൾ അടുത്ത പ്രാവശ്യം ഉള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ ശരിയാടാ, ടാറ്റാ.